ഹലോ കൂട്ടുകാരെ, മഴ തോരും മുമ്പേ ഇന്ന് പുതിയ സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ വൈജ അലീനോട് പറയുന്നുണ്ട്, നീ ബാലചന്ദ്രനായിട്ട് വല്ലാതെ അടുക്കാൻ പോകണ്ട, വല്ലാതെ വർത്താനൊന്നും പറയണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മാഡത്തിന് എന്നെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണ്, ഞാൻ എന്താണെന്ന് അറിയാഞ്ഞിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, നീ ആരാടി എന്നെക്കുറിച്ച് അറിയാൻ, നീ എന്നെക്കുറിച്ച് അറിഞ്ഞാൽ മതി പറയുന്നുണ്ട്. പിന്നെ ചോദിക്കുന്നത് എനിക്ക് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും കൂളറും വാക്യൂം ക്ലീനറും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുന്നുണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല പറയുന്നുണ്ട്. അത് ഓർഫണേജിൽ അതൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. എൻ്റെ ഓർഫണേജ് കുറിച്ചിട്ടല്ല ചോദിച്ചത്, ഞാൻ ഇവിടുത്തെ കാര്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം പറഞ്ഞു തരും, അതിൽ എന്താ വെച്ചാൽ പഠിക്കണം എന്ന് പറയുന്നുണ്ട്. ആന്ന് പറഞ്ഞിട്ട് അവൾ മേലേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതക്കുട്ടിയും ഗ്രേസി അമ്മയൊക്കെയാണ് കേട്ടോ. മാമച്ച രാവിലെ എണീറ്റിട്ട് സിഗരറ്റ് വലിക്കാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ രേവതിക്കുട്ടിയും ഗ്രേസി അമ്മേനെ ഇങ്ങോട്ട് വരൂ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയിട്ട് നോക്കുന്ന സമയത്ത് മാമച്ച സിഗരറ്റ് വലിക്കുക. അപ്പോൾ ഗ്രേസി അമ്മ അത് കാണുമ്പോൾ മാമച്ചനോട് ചോദിക്കും, മാമച്ചാന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ മാമച്ച എന്താ ചോദിക്കുമ്പോൾ മാമച്ചയുടെ വായിൽ മുഴുവനും പുകയാണ്, സംസാരിക്കാൻ പറ്റണില്ല. അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട്, എന്നോട് പറയൂ ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് പറയൂ എന്ന് പറയുമ്പോൾ അങ്ങനെ കൈ കൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് പറയൂ എന്ന് പറയുമ്പോൾ പൊഫ് നൂതുന്ന സമയത്ത് വായിലത്തെ പുക മുഴുവനും പോകുന്നുണ്ട് ഗ്രേസി അമ്മയുടെ മുഖത്തേക്ക്. പിന്നെ ഗ്രേസി അമ്മ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ഡോക്ടർ പറഞ്ഞ്, കള്ള് കുടിക്കാൻ പാടില്ല, സിഗരറ്റ് വലിക്കാൻ പാടില്ല, മിഠായി കഴിക്കാൻ പാടില്ല ഒക്കെ ഭാഷ, ഇതൊക്കെ മാമച്ചൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട്, ഇനി ഞാൻ ചെയ്യില്ല, അത് ലാസ്റ്റ് വട്ടം ഇനി ചെയ്യില്ല, ഇത് എത്രാമത്തെ, അത് 300ാമത്തെ പ്രാവശ്യമാണ് നിങ്ങൾ നിർത്തി എന്നൊക്കെ പറയണത് എന്നൊക്കെ ഗ്രേസി അമ്മ പറയുന്നുണ്ട്. എന്തൊക്കെ ഡോക്ടർ ഇതൊക്കെ ചെയ്ത എന്തൊക്കെ വരും, അസുഖം വരും എന്നൊക്കെ പറഞ്ഞില്ലേ, ക്യാൻസർ, കിഡ്നി ഫെയിലിയർ എല്ലാം വരും എന്ന് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മാമച്ച ഇനി ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തായാലും അപ്പോൾ മാമച്ച രേവതിക്കുട്ടിയോട് പറയുന്നത്, എന്നെ ഞാൻ കാണിച്ചാടി, എന്നെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടിരിക്കണു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടാൽ പിന്നെയും കയറിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രസകരമായ കാഴ്ചകളാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പിന്നെ അലീനയും വൈജയനാണ്. വൈജ പറയുന്നുണ്ട്, അലീനോട് ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് വെക്കാൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകാൻ പുറപ്പെടുന്നുണ്ട്. അപ്പോൾ അവൾ വേഗം കുട്ടികൾക്കൊക്കെ കൃഷ്ണജയ്ക്കും ബബിതയ്ക്കും ഒക്കെ എല്ലാ ടിഫൻ ബോക്സും ഒക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ രോഹിത്തും വരുന്നുണ്ട്, രോഹിത്തിനും ഒക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ വൈജ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ വരുന്നുണ്ട്. ബാലചന്ദ്രനോട് വൈജ ചോദിക്കുന്നുണ്ട്, ഭക്ഷണമൊന്നും കഴിക്കണില്ലേ ചോദിക്കുന്നുണ്ട്. ഇല്ല, എനിക്കിന്ന് ലേറ്റായി, ഓഫീസിലേക്ക് ലേറ്റായി, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വൈജ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവൾക്ക് ഇഡ്ഡലിയും സാമ്പാറൊക്കെ കഴിക്കുമ്പോൾ വല്ലാത്ത രുചി തോന്നുന്നുണ്ട്, എന്നത്തെയും പോലത്തെ അല്ലാതെ വല്ലാതെ രുചി തോന്നുന്നുണ്ട്. അവൾക്ക് കഴിക്കുമ്പോൾ തന്നെ വല്ലാതെ രുചി, വായിൽ വെക്കുമ്പോൾ തന്നെ വല്ലാതെ രുചി. അപ്പോൾ അലീനയ്ക്ക് അതൊക്കെ കാണുമ്പോൾ വല്ലാതെ സന്തോഷം തോന്നുന്നുണ്ട്, അവളമ്മ ഇങ്ങനെ കഴിക്കണം കാണുമ്പോൾ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനൊരു ചായ എടുക്കട്ടെ ചോദിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, പോയി ചായ എടുത്തോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോയിട്ട് അവൾ ചായ എടുക്കുന്നുണ്ട്. ആ ചായ കുടിക്കുമ്പോൾ അതിലേക്കേറെ രസം തോന്നുന്നുണ്ട് അവൾക്ക് എല്ലാതും നല്ല നല്ല രുചി, അവൾക്ക് എന്താ പറയാനും പറ്റില്ല, പക്ഷെ ഒക്കെ രുചിയായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും അങ്ങനെ രുചിയായിട്ട് കഴിച്ചു. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയും. അപ്പോൾ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവൾ ചോദിക്കുന്നുണ്ട്, ചായ എങ്ങനെയുണ്ട് ചോദിക്കുന്നുണ്ട്. നന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. എന്തായാലും എന്നിട്ട് മുത്തശ്ശിക്ക് ഭക്ഷണം എടുത്തിട്ട് അവൾ മുത്തശ്ശിക്ക് കൊടുക്കാൻ പോകുന്നുണ്ട്. എന്തായാലും മുത്തശ്ശിയും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നല്ല രുചിയാണല്ലോ, എന്ത് രുചിയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതന്നെ മുത്തശ്ശിയുടെ മോളും പറഞ്ഞത് എന്നോട് എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല രുചിയാണ്, ഇതൊക്കെ നീ എവിടുന്നാണ് പഠിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മമ്മി പഠിപ്പിച്ചതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും എല്ലാവർക്കും ഭക്ഷണം ഇഷ്ടപ്പെടുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ വൈജ യാത്ര പറയാൻ വരുന്നുണ്ട്. അപ്പോൾ വൈജ യാത്ര പറയുന്ന സമയത്ത് അവളോട് പറയുന്നുണ്ട്, ഗേറ്റൊക്കെ അടക്കി, ഞാൻ ഓഫീസിൽ പോവാണ്, ഗേറ്റൊക്കെ അടക്കി, ആര് വന്നാലും വാതിലൊന്നും തുറക്കരുത്, ഉച്ചയ്ക്ക് ബാലചന്ദ്രൻ വരും, ബാലചന്ദ്രനുള്ള ഭക്ഷണമൊക്കെ എടുത്ത് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അവൾ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ ഭക്ഷണം കഴിച്ചോളാം, മോള് പോയിട്ട് ഗേറ്റൊക്കെ അടച്ച് വന്നോളൂ എന്ന് പറഞ്ഞ് മുത്തശ്ശി ഭക്ഷണം വാങ്ങിയിട്ട് കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. എന്തായാലും അവൾ പോയിട്ട് ഗേറ്റൊക്കെ അടയ്ക്കാൻ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി കുട്ടീനെയും വീണ്ടും തുണി അലക്കാനുള്ള റൂം മാമച്ചൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ മാമച്ചൻ വീണ്ടും ഒരു ബുക്കിൻ്റെ ഉള്ളിലാണ് കള്ളും കുപ്പി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവൻ അതെടുത്ത് കുടിക്കുന്നുണ്ട്. അപ്പോൾ അവൻ അതെടുത്ത് കുടിക്കുന്ന സമയത്ത് നമ്മുടെ രേവതി കുട്ടി ചോദിക്കുന്നുണ്ട്, എന്താ അവിടെ കള്ളത്തരം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അരിഷ്ടം കുടിച്ചതാണ് എന്ന്. അപ്പോൾ അരിഷ്ടോ ചോദിക്കുന്നുണ്ട്. ഇല്ല, മറ്റേ ടോണിക്കാണ് എന്ന് പറയുമ്പോൾ, ഇത് ടോണിക്ക് കൊടുത്താൽ പോരെ, എന്തിനാ മാമച്ചൻ കുടിക്കണത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നീ നിൻ്റെ കാര്യം നോക്കിയാൽ പോരെ, നീ ഇപ്പോൾ എന്തെങ്കിലും അങ്ങോട്ട് വന്നേ ചോദിക്കുന്നുണ്ട്. ഞാൻ തുണി അലക്കാനുള്ളത് എടുക്കാൻ വന്നതാണെന്ന് പറയുന്നുണ്ട്. തുണി അലക്കാൻ വരുമ്പോൾ കുറച്ച് മൂളപ്പാട്ടൊക്കെ പാടിയിട്ട് വരണ്ട, അല്ലാതെ ശബ്ദമില്ലാതെ അനക്കല്ലാതെയാണോ വരിക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഞാൻ ശബ്ദം അനക്കല്ലാതെ വന്നപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ
ഞാനിത് പോയിട്ട് ഗ്രേസ് അമ്മോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം നീ പറഞ്ഞു കൊടുത്താൽ ഞാനപ്പോൾ പണിയിൽ നിന്ന് പിരിച്ചു വിടുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും പിന്നെ ഭക്ഷണം കഴിക്കണതാണ് കഴിക്കണത്. മാമച്ചനും ഗ്രേസി അമ്മയും രേവതിക്കുട്ടിയുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് അന്നൊരു കള്ളത്തരം ഇവിടെ സംഭവിച്ചു. അപ്പോൾ ഗ്രേസി അമ്മ ചോദിക്കുന്നുണ്ട് എന്താണെന്ന്. ഇവിടെ ഒരാൾ ബുക്കിൻ്റെ ഉള്ളിൽ കഷായം വെച്ച് ബ്രാൻഡി എടുത്ത് കുടിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അത് കഷായം എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ ഗ്രേസി അമ്മ പറയുന്നുണ്ട് ഈ മാമച്ച എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം അവൾക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. പിന്നെ ചോദിക്കുന്നുണ്ട് മാമച്ചന് കുറച്ച് കാലം കൂടി ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ടല്ല അതൊന്നും കുടിക്കരുതാ പറയുന്നുണ്ട്. പിന്നെ അന്നെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടിരിക്കണമെന്ന് മാമച്ച രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് ഇനി അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടിയും പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവൾ കൈ കൊണ്ട് കലാശം കാണിക്കുന്നുണ്ട്. വേണ്ട പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും രേവതിക്കുട്ടി പറയുന്നുണ്ട് അവൾ നമ്മളൊക്കെ ഉറങ്ങണ സമയത്ത് അടുക്കളയിലും ഇതിലും ആരും ഇല്ലാത്ത സമയത്ത് വന്ന് അവിലോസ് ഉണ്ട കഴിക്കലുണ്ട്. വെറുതെ അല്ല ഷുഗർ കുറയാത്തതെന്നൊക്കെ ഗ്രേസമ്മ മാമച്ചനെ കൊണ്ട് ചീത്ത പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രമേനോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവൻ ഒറ്റയ്ക്ക് ഗേറ്റൊക്കെ തുറന്നിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നതാണ് പിന്നെ കാണിക്കുന്നത്. എന്തായാലും അലീന സന്തോഷത്തോട് കൂടിയിട്ട് വാതിൽ തുറന്ന് നിൽക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലുള്ള എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.